ഷിരൂർ ദൗത്യത്തിന്റെ 11ാം ദിനത്തിൽ കരയിലും ഗംഗാവലി പുഴയിലും തിരച്ചിൽ നടക്കുന്നു. അടിയൊഴുക്ക് പരിശോധിക്കാൻ നേവി സംഘം പുഴയിൽ പരിശോധന നടത്തുന്നു. പുഴയിൽ ട്രക്കുണ്ടെന്ന് കരുതുന്ന സ്ഥലത്ത് സോണാർ പരിശോധന നടത്തും. ചായക്കട ഉണ്ടായിരുന്നിടത്തെ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തികളും പുരോഗമിക്കുന്നു. രക്ഷാപ്രവർത്തനത്തിനായി മീൻപിടുത്ത വള്ളങ്ങളും എത്തിച്ചിട്ടുണ്ട്. നിലവിൽ ഉത്തര കന്നഡ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാണ്. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ മന്ത്രിമാരായ മുഹമ്മദ് റിയാസും AK ശശീന്ദ്രനും ഷിരൂരിലേക്ക് പുറപ്പെട്ടു. കാർവാർ MLA സതീഷ് കൃഷ്ണ സൈൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇന്നത്തെ ആക്ച്വൽ പ്ലാൻ, സെർച്ചിങ് പ്ലാൻ, ടാസ്ക്, റെസ്ക്യൂ ടാസ്ക് എന്താണ് ചോദിച്ചറിയാം. സർ, വാട്ട്സ് ടുഡേസ് അവർ പ്ലാൻ? Today almost we are clearing the road till the tea stall was there. What is our doubt is from the tea stall, if they are sitting for the breakfast, behind the tea stall there was their house. That tea stall person's house was there, and that was the 90-degree down was there, and it is around അർജുൻ ലോറിക്ക് പുറത്തുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് കാർവാർ MLA പറയുന്നത്. ഹാഷ്മി താജ് ഇബ്രാഹിം, ഷഫീദ് റാവുത്തർ, S ശ്രീകാന്ത്, S വിജയകുമാർ എന്നിവരാണ് തത്സമയ വിവരങ്ങളുമായി ചേരുന്ന. ആദ്യം ഹാഷ്മിയിലേക്ക്. ഹാഷ്മി, ഇപ്പോൾ നടക്കുന്ന രക്ഷാപ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? വേണു, 8 നാളുകളുടെ നിരാശയ്ക്കൊടുവിൽ 9ാം നാളിന്റെ പ്രത്യാശയ്ക്ക് പിന്നാലെ 10ാം നാളിലെ നിസ്സഹായതയുടെ തുടർച്ചയിൽ 11ാം നാളും ഏതെങ്കിലും തരത്തിൽ ആ ദൗത്യം അങ്ങനെ മുന്നോട്ട് പോകാൻ നിൽക്കുകയാണ്. വേണു, ഇപ്പോൾ പുഴയുടെ അടിത്തട്ടിലെ പരിശോധന ഇനിയും വൈകും എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഇപ്പോൾ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ, SP നേതൃത്വത്തിൽ ഒരു പ്രത്യേക അടിയന്തര യോഗം ഇപ്പോൾ അവിടെ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നദിയുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങൽ ഏതാണ്ട് അസാധ്യം ആണെന്ന് തന്നെ നബി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഡ്രോൺ പരിശോധന അടക്കം ഇപ്പോൾ പ്രതിസന്ധിയിലാവുന്ന സാഹചര്യമുണ്ട്. അത് കാലാവസ്ഥയാണ് പ്രശ്നം. അതിഭീകരമായ കാലാവസ്ഥ നിൽക്കുന്നു. രാവിലെ മുതലൊക്കെ വലിയ മഴയായിരുന്നു. ഗംഗാവലി പുഴയിലെ അടിയൊഴുക്കിന് ഏതെങ്കിലും തരത്തിൽ ഒട്ടുമേ കുറവില്ല എന്ന് മാത്രമല്ല, ആ അടിയൊഴുക്ക് കൂടുന്നു. ഇന്നിപ്പോൾ രാവിലെ മഴ മാറി നിൽക്കുകയാണെങ്കിലും ഇന്നലെ രാത്രി മലയോര മേഖലയിൽ വൃഷ്ടിപ്രദേശങ്ങളിൽ അതിഭീകരമായ എന്ന് പറഞ്ഞാൽ രാത്രി തുടങ്ങി വെളുക്ക വരെ പെയ്യുന്ന വലിയ മഴയായിരുന്നു. അതിന്റെ ഇൻഫ്ലക്സ് ഒക്കെ അങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും 6 to 8 നോട്ട് എന്നതിൽ നിന്നൊക്കെ ഉയരത്തിലേക്ക് മുകളിലേക്ക് അത് 10 മുകളിലേക്ക് ഉയരുന്നു. അല്പസമയത്തിന് നമുക്ക് കൃത്യമായി കുത്തൊഴുക്കിന്റെ വാല്യൂ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വേണു, എന്തായാലും ആ അടിയൊഴുക്ക് അങ്ങനെ തുടരുന്ന സാഹചര്യത്തിൽ നേവിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയാത്ത നിസ്സഹായ സാഹചര്യം ഇപ്പോഴും അതേ മട്ടിൽ തുടരുകയാണ്. അതേസമയം തന്നെ ഈ സ്പോട്ട് 3 എന്ന് പറഞ്ഞാൽ നമ്മുടെ അർജുന്റെ ട്രക്കിന്റെ ക്യാബിനുണ്ടെന്ന് കണ്ടെത്തുന്ന ആ സ്പോട്ട് 3യിൽ ഒരു സോണാർ പരിശോധനയ്ക്ക് നേവി തയ്യാറെടുക്കുന്നുണ്ട്. ഈ ട്രക്കിന് മുകളിൽ എത്ര അട്ടിക്ക് മുകളിലേക്കാണ് മണ്ണ് അടിഞ്ഞു കിടക്കുന്നതെന്ന് തിരിച്ചറിയാനാണ് ആ സോണാർ പരിശോധന. അതിനുശേഷം മാത്രമേ ഏതെങ്കിലും തരത്തിൽ ഡൈവിംഗ് സാധ്യതയെപ്പറ്റി ആലോചിക്കുകയുള്ളൂ. ഡൈവിംഗ് സാധ്യതയെപ്പറ്റി ആലോചിക്കാൻ ഏറ്റവും പ്രധാനം ഈ പുഴയിലെ അടിയൊഴുക്കിൽ ഗണ്യമായ കുറവുണ്ടായാൽ മതിയാവുകയുള്ളൂ. 6 to 8 പറഞ്ഞെങ്കിൽ അത് 10 മുകളിലേക്കായെങ്കിൽ അത് 2 to 3 എത്തണമെങ്കിൽ അത് ഒരു ദിവസമോ 2 ദിവസമോ മഴ അങ്ങനെ ശക്തമായി മാറുന്നാൽ മാത്രമേ അടിയൊഴുക്കിൽ അങ്ങനെ ഗണ്യമായ കുറവുണ്ടാവുകയുള്ളൂ. നമ്മൾ ഇന്നലെ രാത്രി ഈ ദുരന്തഭൂമിയിൽ പോയതാണ്. വേണു, ദുരന്തഭൂമിയിൽ പോയ കാഴ്ചകൾ കണ്ടതാണ്. അതിനടുത്തുനിന്ന് ഗംഗാവാലി പുഴ കാണുമ്പോൾ പേടിയാവുന്ന മട്ടിൽ അങ്ങനെ രൗദ്രഭാവം മൂണ്ടൊക്കെ ഒരു കടൽ പോലെ ആർത്തലിച്ച് കുത്തിയൊലിച്ചൊഴുകുന്ന ഒരു പുഴയാണ്. അതിൽ ഒരു പരിപാടി നടക്കില്ല, ഒരു പദ്ധതിയും നടക്കാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ബി പ്ലാനെ കുറിച്ചുള്ള ആലോചനകളിലാണ് മത്സ്യബന്ധന ബോട്ടുകൾ കൊണ്ടുവന്ന് അത് അടുക്കിയിട്ട് അത് കൂട്ടിക്കെട്ടി അതിന് മുകളിൽ ഒരു പ്ലാറ്റ്ഫോം പോലെ ഒരു കാര്യങ്ങൾ സെറ്റ് ചെയ്ത് പുഴയിലേക്ക് ഇറക്കുക എന്ന് പറഞ്ഞാൽ നേവിയുടെ ഡിങ്കി ബോട്ടുകൾക്ക് അതിൽ അവിടെ സ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. സ്വിംഗർ എന്നൊരു സംവിധാനമുണ്ട്. വേണു, താഴേക്കിട്ട് വലിയ ഭാരമുള്ള സംഗതിയാണ്. താഴെ ആങ്കർ ചെയ്ത് അതിനെ പിടിച്ചു നിർത്തുന്ന സംഗതി അതുപോലും അവിടെ പ്രാക്ടിക്കൽ ആവുന്നില്ല. അതുകൊണ്ടാണ് കുറച്ചുകൂടി വലിയ ബോട്ടുകളാകുമ്പോൾ അല്ലെങ്കിൽ ബോട്ടുകളുടെ ഒരു സമുച്ചയം അല്ലെങ്കിൽ കുറേ അധികം ബോട്ടുകളാകുമ്പോൾ അതിൽ നിൽക്കാൻ കഴിയും, അതിൽ സ്റ്റാൻഡ് ചെയ്യാൻ കഴിയുമെന്നതാണ് പ്രതീക്ഷ. അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് വേണു, ഇന്നലെ നമ്മൾ ആ ദുരന്ത ഭൂമിയിൽ നിൽക്കുമ്പോൾ കാർവാർ MLAയും കാർവാർ SP നമ്മളോട് പറയുന്നത് അർജുൻ ഈ ലക്ഷ്മണന്റെ ചായക്കടയിലേക്ക് ചായ കുടിക്കാൻ കയറിയോ എന്നുള്ളതായിരുന്നു ആ സംശയം. ആ സംശയം കൂടുതൽ ബലപ്പെടുന്ന രീതിയിൽ പറയുന്നത് 11ാം ദിവസമാണ്. എന്തുകൊണ്ടാണ് ഇപ്പോഴാ ആ സംശയം അങ്ങനെ ബലപ്പെട്ട് വരുന്നതെന്ന് അറിയില്ല. അവർ അതിന് കാരണമായി പറയുന്നത് ഒരു ദൃക്സാക്ഷി മൊഴിയാണ്. വേണു, ആ റോഡിന് അങ്ങേ തലയ്ക്കൽ ഒരു വെള്ളച്ചാട്ടമുണ്ട്. വെള്ളച്ചാട്ടം എവർഗ്രീൻ ആണ്. അത് ഒരു വേനൽക്കാലത്തും അടങ്ങാത്ത വെള്ളച്ചാട്ടമാണ്. ആ വെള്ളച്ചാട്ടമാണ് ഡ്രൈവർമാരുടെ ഒരു ഇഷ്ട ഡെസ്റ്റിനേഷനായിട്ട് സ്പോട്ടാക്കി അതിനെ മാറ്റുന്നത്. അവിടെ ഇറങ്ങാം, അവിടെ സമാധാനമായി കുളിക്കാം, അതിന് ഭക്ഷണം കഴിക്കാം, വണ്ടി ഒതുക്കിയിട്ട് സമാധാനമായി വണ്ടിയിൽ വിശ്രമിക്കാം. അതാണ് ആ ഏരിയയുടെ പ്രത്യേകത. അപ്പോൾ ഒരാൾ വണ്ടിയിൽ നിന്നിറങ്ങി ഈ വെള്ളച്ചാട്ടത്തിലേക്ക് പോയി മുഖം കഴുകി തിരികെ വന്ന ഈ ഹോട്ടലിലേക്ക് കയറി എന്നൊരു ദൃക്സാക്ഷി മൊഴി പോലീസിനുണ്ട് എന്നാണ് കാർവാർ SP പറയുന്നത്. അതാരാണ്, അത് അർജുനാണോ എന്ന സംശയം അവർ പ്രകടിപ്പിക്കുന്നു. മാത്രമല്ല ഹോട്ടലിൽ ആ സമയം 4 പേരുണ്ടായിരുന്നു എന്ന് പറയുന്നു. അതിൽ ഒരാൾ ജീവനക്കാരനാണ്. 2 പേർ, ശരവണൻ അടക്കം 2 പേരുടെ കാര്യത്തിൽ തീരുമാനമായി. ആരാണ് 4 പേർ, ആ 4ാമൻ ആര്, അത് അർജുനാണോ എന്ന പരിശോധന കൂടുതൽ ശക്തമാക്കുന്നു ഈ ദിവസങ്ങളിൽ. മാത്രമല്ല ലക്ഷ്മണന്റെ ഭാര്യ ശാന്ത അവസാനമായി നടത്തിയ ഒരു ഫോൺ കോൾ കേന്ദ്രീകരിച്ച അന്വേഷണമുണ്ട്. ആ ഫോൺ കോളിൽ അവർ പറയുന്നത് കടയിൽ
കുറേ അധികം ആളുകൾ വന്നിട്ടുണ്ട്, 8 ദോശയ്ക്ക് ഓർഡർ ചെയ്തു എന്ന് അവരുടെ ബന്ധുവിനോടോ മറ്റോ ആണ് നർമ്മ സംഭാഷണത്തിൽ ശാന്ത പറയുന്നതാണ് ശാന്തയുടെ അവസാനത്തെ ഫോൺ കോൾ. അപ്പോൾ ആ ഫോൺ കോൾ കേന്ദ്രീകരിച്ചും ആരൊക്കെയാണ് കുറേ പേർ എന്ന് പറയുന്നതിൽ ആരൊക്കെയാണ് അവർ എന്ന അന്വേഷണം നടത്തുന്നു. അതിൽ കേന്ദ്രീകരിച്ച് ഇന്നലെ രാത്രി കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി തുടങ്ങി രാവിലെ വരെ ഈ ലക്ഷ്മണന്റെ കട കേന്ദ്രീകരിച്ച് കൂറ്റൻ JCB ഉപയോഗിച്ചുള്ള പരിശോധന നടത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ രാത്രി അസാധ്യമായി അങ്ങേയറ്റത്തെ മഴയായിരുന്നു. അത് കാരണം ആ ദൗത്യം ആ രീതിയിൽ തുടരാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അറിവ്. എന്തായാലും ഇപ്പോഴും ഭീമൻ മൺവാന്തി യന്ത്രം ഉപയോഗിച്ചുള്ള പരിശോധന അവിടെ തുടരുകയാണ്. ആ ലക്ഷ്മണിന്റെ കട മുതൽ നമ്മുടെ ഈ സ്പോട്ട് 2 സ്പോട്ട് 3 എന്ന് പറയുന്ന ആ ഭാഗത്ത് നമ്മുടെ ഈ ട്രക്ക് ലോറി ഉണ്ടെന്ന് കരുതുന്ന ആ ഭാഗം വരെ കരയിൽ ഒരു നീളത്തിൽ പ്ലാറ്റ്ഫോം ഉണ്ടാക്കലാണ് ആ ലക്ഷ്യം. ആ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ആ പ്ലാറ്റ്ഫോമിലൂടെ ഈ സന എക്സ്കവേറ്റർ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി അവിടെ ഈ വലിയ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്ന് പറയുന്ന രീതിയിലുള്ള ഫണ്ടൂൺ എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവന്ന് അതൊരു വലിയ എയർ ബാഗുകളാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ചില തോട് വൃത്തിയാക്കാനൊക്കെയുള്ള സംവിധാനം നമ്മൾ കാണാറുണ്ട്. വീണു അത് ചെറുതാണ്. ഇത് അതിൻ്റെ ഒരു 100 മടങ്ങൊക്കെ 100 മടങ്ങ് എന്ന് പറഞ്ഞാൽ പോരാ, അതിനേക്കാൾ ഒരുപാട് വലിയ റിവർ എയർ ബെഡുകൾ നിറച്ചുകൊണ്ട് അതിന് മുകളിലേക്ക് ഈ വലിയ എക്സ്കവേറ്റർ അല്ല ചെറിയ എക്സ്കവേറ്റർ നിർത്തിക്കൊണ്ട് ഒരു അന്വേഷണത്തിലേക്ക് പോകുന്നുണ്ട്. സീരിയസ് ആയി. പക്ഷേ എനിക്കതിൻ്റെ വ്യക്തിപരമായി അതിൻ്റെ വൈദഗ്ധ്യമില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രായോഗികതയിൽ സംശയമുണ്ട്. അത്ര വലിയ കുത്തിയൊഴുകുന്ന പുഴയിൽ ഒരു റിവർ ബെഡിന് മുകളിൽ ഈ മാസീവായിട്ടുള്ള യന്ത്രസാമഗ്രികൾ ഇരിക്കുമോ എന്ന് സ്വാഭാവികമായും സംശയം എൻ്റെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അത് പക്ഷേ അതിലടക്കം വിദഗ്ധാഭിപ്രായം തേടുന്നുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ നടക്കുന്നത് നമ്മൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും 8ാം നാൾ കഴിയുമ്പോഴേക്കും കര കേന്ദ്രീകരിച്ച അന്വേഷണം പൂർണ്ണമായി അവസാനം വൈൻഡപ്പ് ചെയ്യുകയും നേരെ കോൺസെൻട്രേഷൻ പുഴയിലേക്ക് എത്തുകയും ചെയ്തു. ഇന്നിപ്പോൾ പുഴയിലും കരയിലും ഒരേപോലെ പ്രാധാന്യത്തിൽ അന്വേഷണം നടക്കുന്നു എന്നുള്ളത്. എന്തുമല്ല, കര എന്ന് പറയുന്നത് വിശാലാർത്ഥത്തിൽ മൊത്തത്തിലല്ല, ലക്ഷ്മണന്റെ കട കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ്. എന്ന് പറഞ്ഞാൽ ഉറപ്പായും അവർ ആ കടയുടെ മേഖലകളിൽ ചിലത് കണ്ടെത്തും എന്നവർ ആശങ്കപ്പെടുകയോ സംശയിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ഇന്നലെ കാർവാർ എസ്പിയുടെയും കാർവാർ MLA-യുടെയും നേതൃത്വത്തിലാണ് അദ്ദേഹം രാത്രി മുഴുവൻ രാത്രി മുഴുവൻ ആ മേഖലയിൽ നിന്നുകൊണ്ട് അത്രത്തോളം അടിയന്തര പ്രാധാന്യത്തിൽ ആ പരിശോധന അവിടെ നടക്കുകയായിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ ഇവിടെ ജില്ലാ കളക്ടറുടെയും SP-യുടെയും മറ്റു ദൗത്യ സംഘത്തിലെ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ഒരു യോഗം നടക്കുന്നു. എന്താണ് ഇന്ന് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ, ഒരു ആക്ഷൻ പ്ലാൻ എന്നത് ആലോചിക്കുകയാണ്. ഏറ്റവും പ്രധാനം വേണു ഒരിക്കൽ കൂടി പറയുന്നത്, നമ്മുടെ ഈ ദൗത്യം ഇനി ഒരു പടി കൂടി മുന്നോട്ട് പോകണമെങ്കിൽ അത് നാവികസേന ഡൈവർമാർക്ക് പുഴയുടെ ഉള്ളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലണം. സ്പോട്ട് 3-യിൽ കാണുന്ന ട്രക്കിന് അടുത്തേക്ക് പോകണം. അതിന്റെ ക്യാബിനിൽ മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്ന് പരിശോധിക്കണം. ഉണ്ടെങ്കിൽ മാത്രമേ ദൗത്യം മുന്നോട്ട് പോകുള്ളൂ. ഇന്നലെ രാത്രി തണുത്ത് നിൽക്കുന്ന ഗംഗാവലി പുഴയിൽ നിന്ന് ജീവനുള്ള മനുഷ്യന്റെ മനുഷ്യോഷ്മാവ് തേടുന്ന തെർമൽ സെൻസറിംഗ് അടക്കം ഉപയോഗിച്ചുള്ള പരിശോധന ആലോചിച്ചിരുന്നതാണ്. പക്ഷേ അതിനുള്ള സംഘം എത്തുകയും ചെയ്തതാണ്. പക്ഷേ ആ വലിയ കൊടുങ്കാറ്റിന് സമാനമായ കാറ്റിൽ റഡാർ പോയിട്ട് ഒരു മനുഷ്യന് പോലും അവിടെ നിൽക്കാൻ കഴിയാത്ത വലിയ കൊടുങ്കാറ്റാണ്. ഇന്നലെ നടന്നില്ല. ഒരുപക്ഷെ ഇന്നിപ്പോൾ അതിന്റെ തുടർച്ച ഉണ്ടാകുമോ എന്നറിയില്ല. എന്തായാലും പുഴയിലും കരയിലും ഒരേപോലെ പ്രാധാന്യത്തോടെ കേന്ദ്രീകരിക്കുന്നു. ഇതിന്റെ ആകത്തുക നമ്മൾ പറഞ്ഞാൽ വേണു, നമ്മുടെ പ്രയോറിറ്റി ലോറിയുടെ ക്യാബിനോ അതിന്റെ സാങ്കേതികതയോ അല്ല. നമ്മുടെ പ്രയോറിറ്റി അർജുൻ എവിടെ എന്ന ചോദ്യത്തിന്, അത് ഈ ലോറിയുടെ ക്യാബിനിൽ തന്നെ ഉണ്ടോ എന്ന ചോദ്യത്തിന്, അർജുൻ എവിടെയാണ്, അത് പുഴയിലാണോ മണ്ണിലാണോ കരയിലാണോ എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഡേ 11 അതൊരു വലിയ ചോദ്യചിഹ്നമായി ഇപ്പോഴും നമ്മൾ ഉത്തരം കിട്ടാതെ നിൽപ്പാണ്. വേണു. ഹാഷ്മി താജ് ഇബ്രാഹിമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഷഫീദ് റാവുത്തറും ചേരുന്നു. ഷഫീദ്, ഈ സോണാർ പരിശോധനയുടെ വിശദാംശങ്ങൾ എന്താണ്? കൂടാതെ നേവി സംഘം ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? വേണു, നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അതായത് ഈ സോണാർ പരിശോധന, ഡ്രോൺ പരിശോധന, അത് ഇപ്പോൾ അവർ അതിനുള്ള സാധ്യത തേടുക മാത്രമാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കാൻ കഴിയുന്ന വിവരം. അല്പസമയം മുൻപ് കാര്യമായി ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. വേണു, ഇപ്പോൾ അല്പസമയം മുൻപ് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ സാറിന്റെ ഒരു മെസ്സേജ് വരുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, ഡൈബോട്സ് വിൽ ബി റീഡിപ്ലോയിഡ് ഓൺ CP3 ആൻഡ് CP2 ഫോർ റിപ്പീറ്റ് മാപ്പിംഗ് ടു ക്യാപ്ചർ വീക്ക് ഡൈ ഇലക്ട്രിക്കൽ ഫീൽഡ്സ് എന്നുള്ളതാണ്. അതായത് ഈ 2 പോയിന്റുകൾ, പോയിന്റ് 3-ലും പോയിന്റ് 2-ലും വീണ്ടും പരിശോധന നടത്താൻ പോകുന്നെന്നുള്ള പുതിയ വിവരം, ഏറ്റവും പ്രധാനപ്പെട്ട നിർണായക വിവരം ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത്യന്തം നിരാശയാണ് ഈ ദിവസവും ഫലം എന്ന് നമുക്കേറെ വിഷമത്തോടുകൂടി പറയേണ്ടി വരും. കാര്യമായ രക്ഷാപ്രവർത്തനം ഗംഗാവലി നദിയിലെ അടിയൊഴുക്ക് കാരണം, അതിലെ ഒഴുക്ക് കാരണം, ജലനിരപ്പ് ഉയർന്നത് കാരണം നമുക്ക് നടത്താൻ കഴിയുന്നില്ല. ഇപ്പോൾ ഈ ഡ്രോൺ സംഘം ഇപ്പോൾ നൽകിയിരിക്കുന്ന ഒരു മെസ്സേജ്, അതിൽ പറയുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഡീറ്റെയിൽഡ് സിഗ്നൽ ഇന്റർപ്രിട്ടേഷൻ ഓൺ, അതായത് ഈ കഴിഞ്ഞ ദിവസം നൈറ്റിൽ നടത്തിയ ഡീറ്റെയിൽഡ് സിഗ്നൽ ഇന്റർപ്രിട്ടേഷനിൽ ചില പ്രസൻസുകൾ കണ്ടെത്തി എന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് വേരിയിങ് സിഗ്നൽ സ്ട്രെങ്ത് എന്നുള്ളതാണ്. അതൊരു സാങ്കേതിക വശമാണ്. അതായത് പോയിന്റ് 3-ൽ
ഇന്നലെ രാത്രി ഒരു പരിശോധന നടത്തിയിരുന്നു. അതായത് ഇന്നലെ ഇന്ദ്രബാലൻ പറഞ്ഞിരുന്നു അതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അദ്ദേഹം ഇന്നലെ രാത്രി നടത്തിയ പരിശോധനയുടെ വിവരങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. അങ്ങനെ നടത്തിയ പരിശോധനയിൽ സ്കാറ്റേർഡ് പ്രസൻസ് ഓഫ് മെറ്റീരിയൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വീക്കായി ചില സിഗ്നലുകൾ അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ ഡിസ്റ്റൻസ് ഓഫ് സ്ട്രോങ് പോയിന്റ്സ് നോട്ട് കൺഫേമിംഗ് ടു ട്രക്ക് ഡയമെൻഷൻസ്, അതായത് അതുമായുള്ള ദൂരം നോക്കുമ്പോൾ അത് ട്രാക്ക് ഡയമെൻഷൻ എന്നുള്ള